ഇപ്പൊ എന്തിനാ വർക്ക് ചെയ്യും മതിൽ കെട്ടി പോകുന്നേ? ഇല്ലെങ്കിൽ കണ്ട പാട്ടിയും പൂച്ചയൊക്കെ എന്റെ പറമ്പിൽ കയറി ഇറങ്ങി നേരം കൂടെ ഇന്നങ്ങ് വെട്ടി തീർക്കണേ. നാളെ തന്നെ മതിൽ കെട്ടേണ്ടതാ. ഒന്ന് നിർത്തണോ? എന്തോടെ കാണിക്കണേ? ഞാൻ വർക്കിച്ചാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വെച്ചാൽ അതിന്റെ ഇടയിൽ കുഴിക്കുക. നീ പോടാവില്ലേ? എന്റെ പറമ്പിൽ ഞാൻ മതിൽ കെട്ടെ ശവക്കുഴി കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ വർക്കിച്ചാൻ ഞാൻ ഇന്നലെ പ്രസംഗിച്ചതിന്റെ ഇടയിൽ ഒരു ഉഗ്രൻ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ട്വിസ്റ്റാ? അതെന്നാ കണാപ്പാടാ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിച്ചാനെ ഞാൻ ദൈവദൂതനെ പോലെ പൊക്കിയടിക്കാനുള്ള ഒരു പ്ലാനിങ് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് നീ ഇന്നലെ അതൊന്നും പറഞ്ഞില്ലല്ലടാ. അയ്യോ, അതിന്റെ ഇടയിൽ അവിടുത്തെ ട്രാൻസ്ഫോർ പൊട്ടിത്തെറിച്ച് കറണ്ട് പോയത്. കറണ്ട് അല്ലടാ പോയത്, എന്റെ മാനമാടാ പോയത്. ഇനിയിപ്പൊ നീ അവന്മാരോട് എന്നിട്ട് മറ്റേ ക്നാപ്പ് എന്നടാ ട്വിസ്റ്റ് അതാണെന്ന് പറഞ്ഞ അവന്മാര് വിശ്വസിക്കോ? എന്റെ വർക്കിച്ചായ ഞാൻ എങ്ങനെ പറഞ്ഞു? സൂസൻ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആ വർക്കിച്ചായന്റെ കെട്ടിയോളും എന്റെ കെട്ടിയോളും തമ്മിൽ ചാർച്ചക്കാരാന്നറിയാലോ? അറിയാ. അതോർത്തിട്ടെങ്കിലും ഞാൻ ഇവളെ പറ്റി തന്നെ ഓർക്കാറില്ല. പിന്നെ ചാർച്ചക്കാരി ഓടാവൂല്ലേ? ആദ്യം ഇവനിട്ട് കൊടുക്കട്ടെ, എന്നിട്ട് നിനക്കുള്ളത് തരാം. വർക്കിച്ചായ എന്നാ മോനെ ഓടാവൂല്ലേ? എന്റെ പൊന്ന് വർക്കിച്ചായ, ഇതെങ്ങനെയാണ് കെട്ടിപ്പൊക്കി കഴിച്ച് ഞങ്ങൾ എങ്ങനെ ഇതിനോട് വഴി അടക്കണത്? അത് ഞാൻ നിനക്ക് ആധാരത്തിൽ വഴി വന്നിട്ടില്ലയോ? അത് കാണുന്നാ മതി. വർക്കിച്ചായ, ആ തോട് വഴി പോയി കഴിഞ്ഞാൽ ഫുൾ പാമ്പുകളാ. ഓ, നിന്നെക്കാളും വിഷമുള്ള പാമ്പൊന്നും അതിലില്ലടാ. എന്തൊരു കഷ്ടമാണത്. ഞാൻ അങ്ങോട്ട് വരാം. തോന്നിയാസം കാണിക്കരുത്. എന്ത് തോന്നിയാസം? എന്റെ ജീവനെ വിളിച്ചോണ്ട് കയറിപ്പോ. അതെന്നാ വർത്താന ചേച്ചി? ചേച്ചി പറഞ്ഞല്ലേ ഈ വീട് മേടിച്ച് ഞാൻ വഴി ഉപയോഗിക്കാന്ന്. അന്നവൻ ഈ ജാതി വർത്താനൊന്നും പറഞ്ഞിട്ടില്ല. ഊളേണ് ചെറ്റേണ് തവളേണെന്നൊന്നും പറഞ്ഞിട്ടില്ലോടി. അതൊരു പുതുമയ്ക്ക് വേണ്ടി. പുതുമയ്ക്ക് വേണ്ടി നിന്റെ അപ്പനെ പോയി വിളിയടി. എന്റെ കെട്ടിയോളുടെ അപ്പനെ വിളിച്ചോണ്ടല്ലോ. വിളിച്ചാ നീ എന്നാ ചെയ്യൂടാ? ഞാൻ നിങ്ങളുടെ കെട്ടിയോളുടെ അപ്പനെ വിളിക്കും. ചോട കൊണ്ടൊക്കെ വിളിക്കടാ. ചേച്ചിയുടെ അപ്പന്റെ പേരെന്താ? അന്തസ്സായിട്ട് അപ്പനെ വിളിക്കാൻ പോലും അറിഞ്ഞൂടല്ലടാ ഊളേ നിനക്ക്. അതെനിക്ക് മര്യാദ ഉള്ളോണ്ടാ. ഓ, മര്യാദ? അപ്പൊ എനിക്കല്ലടാ മര്യാദ ഇല്ലയോ? തനിക്ക് മര്യാദ ഇല്ല, ഒരു മുടിയില്ല. ഇവനെന്ന് കൊല്ലും ഞാൻ. കുത്തി കളിക്കാണ്ട കമ്പി അയാൾക്ക് ഭ്രാന്താടി. അർക്കിച്ചനോടാണ് അവന്റെ കളി. ഞാൻ എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് രണ്ടിലൊന്നറിയാം. അർക്കിച്ചന്റെ മുകളിലെ തലതൊട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ്. ആ വഴിക്ക് നിന്ന് നടക്കുന്നു വിചാരിക്കണ്ട. അത് ശരിയാണല്ലോ. പിന്നെ ഞാനിത് എന്ത് തേങ്ങയൊക്കെ കൊണ്ടു നടക്കുന്നത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ വേറൊരു പണിയുണ്ട്. അങ്ങേര് തലതോടോ കാലോടോ എന്ത് വേണം ചെയ്യട്ടെ. എന്റെ വായിൽ നാവുണ്ടല്ലോ, എനിക്കറിയാം. സൂക്ഷിച്ചു പോണേ. കരയിൽ നിന്ന് കെട്ടിയോള് സൂക്ഷിച്ചു പോണേ. ഞാൻ എന്താ കടലിലേക്ക് പോവാണോ? അല്ല, ഞാൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. അയ്യോ, നോക്കി വെറുതെ പേടിപ്പിക്കാനായിട്ട് വരെ കൂടെ വരാൻ പേടിയാ. ചെരുപ്പ് കയ്യിലിടാം. അപ്പൊ വൈകുന്നേരം വന്നാ കാണാം. നോക്കിപ്പോ. പാമ്പുകളെ, പാമ്പുകൾക്ക് മാളമുണ്ട്. മാളത്തിൽ പൊക്കോളൂ. എനിക്ക് ഒരു വഴിയില്ലാത്തോണ്ട് ഈ വഴി പോകുന്നത് ഒന്ന് സൈഡ് തരണേ. വൈകുന്നേരം എടുക്കാം. ചന്ദ്ര, ചന്ദ്രു, 3-4 ദിവസമായാലും നീ എന്നാ പണിയാൻ തുടങ്ങിയിട്ട്? സംഭവം കിടക്കൂലേ? 10 രൂപ എല്ലാം പഴക്കൊണ്ട് പുതിയതാക്കാൻ കുറച്ച് പാടാ. പുതിയതാക്കാനോ? ദിനേശ, എന്തോ? എന്റെ ദിനേശ, താൻ ഇവനോടൊന്നും പറഞ്ഞു കൊടുത്തില്ലേ? പുതിയതാക്കല്ല, പഴയതാക്കാണ് വേണ്ടത്. ഒരു 100-150 കൊല്ലെങ്കിലും പഴക്കം വേണം. ഞാനിതൊക്കെ അവന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടാണോ? എന്റെ ചന്ദ്ര, 20 കൊല്ലം പഴക്കമുള്ള ഈ സാധനത്തിന് ഒരു 150 കൊല്ലം പഴക്കമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 130 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും. കണക്കിലും മിടുക്കനാണല്ലേ? ചിലപ്പോ. മിടുക്കണം, നിങ്ങോട്ട് വന്ന്. മിടുക്കാ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് മിടുക്കനറിയോ? ഇല്ല. വാ, ഈ ഇരിക്കുന്ന സാധനങ്ങൾ എന്താന്ന് മിടുക്കനറിയോ? ഇല്ല. ഇതാണ് ആസിഡ്. ആസിഡോ? അതെ. ഇനി ഇത് കണ്ടോ? കരിമരുന്ന്. കരിമരുന്ന്? ശ്രദ്ധിച്ചോളൂ. പുതിയൊരു ഫർണിച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതേ ഒരു കരിമരുന്ന് പ്രയോഗം. എടോ, ഒരു കരിവാളിപ്പ് ഒന്ന് താളിക്കുക. പിന്നെ ഈ ബ്രാസിന്റെ സാധനങ്ങളെടുത്ത് ആസിഡിലേക്ക് ഇട്ട് ഒന്ന് ചളിക്കേക്ക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞൊന്ന് ഫിനിഷ് ചെയ്താണ്ടല്ലോ, പഴയ ഫർണിച്ചർ ആയത് അങ്ങോട്ട് മാറും. അതാണ് പുരാവസ്ഥ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഉടായിപ്പല്ലേ? പറ്റില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നീ ഒരു 130 കൊല്ലം കഴിഞ്ഞിട്ട് വാ. പറ്റോ? പറ്റിക്കാം. അതെന്റെ പണിയാ, നീ നിന്റെ പണിയായി.
അതിന് കുപ്പിച്ചില് കൊണ്ടുവന്നില്ലേ? 2 ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ അതിൽ നിന്ന് നല്ല കളർഫുൾ ചില്ലെടുത്ത് പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത് ആ ഫർണിച്ചറിലാണ് ചാർത്തുക. അതിനൊരു കലയുണ്ടാവണം, എന്നാലേ പ്രൗഢ ഗംഭീരാവുള്ളൂ. ആ എടാ, എടാ, നീ ഇവിടുത്തെ കുട്ടികൾക്കൊന്നും പുറത്തേന്ന് പറഞ്ഞു കൊടുക്കരുത്. ഇതാണ് ഏർപ്പാടെങ്കിൽ ആരും പറയാണ്ടെന്നെ നാട്ടുകാരെ അറിയാളൂ. പത്രത്തിന് ലീവിലൊക്കെ വരുമല്ലോ. സഖാവ് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാ. ഇത് അതിനേക്കാൾ അത്യാവശ്യമാണ്. സഖാവിനെ ഇപ്പൊ ഞാൻ കണ്ടില്ലെങ്കിൽ ചിലപ്പോ ഇന്ന് രാത്രി ഞാൻ മരിക്കും. തനിക്കെന്താ വധഭീഷണി വല്ലതും ഉണ്ടോ? ഇത് അങ്ങനത്തെ ഒരു വധഭീഷണി അല്ല. പിന്നെ സഖാവ് ഒന്നും ഇടപെട്ടില്ലെങ്കിൽ ഞാൻ പാമ്പുകടി ഏറ്റ് മരിക്കും. നമ്മുടെ തബല വർക്കിച്ചനായിട്ട് ഒരു പ്രശ്നമുണ്ട്. അങ്ങേരുടെ മുറ്റത്ത് കൂടിയാണ് ഞാൻ റോഡിലേക്ക് ഇറങ്ങണത്. എനിക്കറിയാം, ആ തോട്ടുംകരയിലല്ലേ താമസം? അതന്നെ അതന്നെ. ആ തോടാണ് ഞങ്ങളുടെ വഴി. അതിൽ നിറയെ പാമ്പുകളാണ്. ഈ വഴി പ്രശ്നമൊക്കെ എന്നോട് പറയുന്നത് നിന്നാടോ? ഞങ്ങളല്ലോ ഭരിക്കുന്നത്. ആ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറ. സഖാവിനുള്ള വില പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നാട്ടിലില്ല. അയാളൊരു കള്ളനാണെന്ന് കംപ്ലീറ്റ് ആൾക്കാർക്ക് അറിയാം. കള്ളന്മാരുടെ വാക്കാരെങ്കിലും വിശ്വസിക്കുവോ? എവിടെ ഇതുപോലത്തെ ഒരു വൃത്തികെട്ടവൻ. ശ്ശോ. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞ നാവെടുത്തേ ഉള്ളൂ. ഞാൻ കേട്ടു നിന്റെ ഞാൻ കഞ്ചു. ഞാൻ തന്റെ പാർട്ടി ഓഫീസിൽ വലിച്ചു കയറി വന്നതേ ഈ നാട് ദേശസ്വത്തയിൽ പെടുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാ. അല്ലാതെ താൻ തന്നെ അണികളെ വെച്ച് എന്നെ കുറിച്ച് മറ്റേ വർത്താനം പറയിപ്പിക്കുന്ന കേൾക്കാനല്ല. മനസ്സിലായോ? എടോ, അയാളെ ഞങ്ങളുടെ മെമ്പറൊന്നുമല്ല, വേറൊരു ആവശ്യത്തിന് ഇവിടെ വന്നതാ. പിന്നെ എടോ, നമ്മുടെ നാട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പോവല്ലേ. പാർട്ടി വ്യത്യാസം ഒന്നും നോക്കൂല, എല്ലാത്തിനും ഒപ്പം ഞങ്ങളുണ്ടാവും. സഹാക്കന്മാരുടെ ഔദാര്യത്തിന് നന്ദി. നമ്മളിത് ഗംഭീരമാക്കും. തീർച്ചയായും. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ താൻ 50-ാം വർഷം കയറ്റിയുണ്ടല്ലോ, കാഞ്ഞ ബുദ്ധി തന്നെ. അതുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ജയിച്ചതും താൻ തോറ്റതും. പറ്റേ, ഞാൻ ധൃതി ഉണ്ടതുകൊണ്ടാ. ഇനി അവന്മാരുടെ ചാട എന്തായിരിക്കോ? അതെ, ചുമ്മാ നിൽക്കുന്ന ചാരി ഇരിക്കുന്ന കൊടിയൊക്കെ എവിടെയെങ്കിലും കൂടെ കേട്ടെ. വളരട്ടെ പാർട്ടി. പുള്ളിക്കാരുടെ അകത്തിട്ട് അറിഞ്ഞിട്ടല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ സഖാവേ? താൻ പറഞ്ഞതിൽ സത്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ വെച്ച് പറഞ്ഞത് ശരിയായില്ല. പോട്ടെ, താനും തബല വർക്കിച്ചിനോട്ട് എന്താ പ്രശ്നം? എന്നെ അയാളുടെ വീടിന്റെ മുമ്പിൽ കൂടി വഴി നടത്താൻ സമ്മതിക്കണം. സഖാവ് പറഞ്ഞ അയാൾ കേൾക്കും. സഖാവിനെ എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലോ. എന്തിനാണോ എന്നെ പേടിക്കുന്നത്? നമ്മൾ പാർട്ടിക്കാരെന്ന് പറഞ്ഞ ഇത്തിരി വെട്ടും കുത്തൊക്കെയുള്ള ആൾക്കാരാണല്ലോ. ഇത് എനിക്ക് വെട്ടും കുത്തൊന്നും അത്ര പരിചയമില്ല, പക്ഷെ ഇതുപോലെ വേണ്ടാതീനം പറഞ്ഞു വരുത്തുന്നവരെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം.